3-ാം വയസ്സ് മൂജിഭ്രാന്തെന്ന് കേട്ടിട്ടുണ്ടോ? 4-ാം വയസ്സ് നട്ടഭ്രാന്തെന്ന് കേട്ടിട്ടുണ്ടോ? അതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ കൂടെ കടന്നു പോവാണ് എൻ്റെ റൂഹി. ഇപ്പം ഉച്ചോർക്കം മിസ്സായി കഴിഞ്ഞാൽ അല്ലേ തന്നെ റൂഹി വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഓവർ സ്റ്റിമുലേറ്റഡ് ആയി വേറെ തന്നെ മോഡിലായി പോകുന്നുള്ളത് റൂഹിനെ അറിയുന്ന എല്ലാവർക്കും അറിയുന്നത്. ഇന്നലെ ഇവിടെ ഉണ്ടായ കഥ കേൾക്കാം. ഇത് ഒരു ബനാനയുടെ ആപ്പിളിൻ്റെയും കഥ. ഞങ്ങളുടെ റൂമിൽ ഇന്നലെ ആകെ ഉണ്ടായിരുന്നത് ലാസ്റ്റ് ഒരു ബനാന ഒരു ആപ്പിൾ. ഇത് ഞാൻ ഇന്ന് രാവിലെ കൊണ്ടിച്ചതാണ്. അപ്പോൾ റൂഹി പറഞ്ഞു എനിക്ക് ആപ്പിൾ വേണം. ഒരു ബൈറ്റ് എടുത്തിട്ട് റൂഹി അതോടെ വേസ്റ്റ് ചെയ്യും. ഞാൻ പിന്നെയും ചോദിച്ചു റൂഹിക്ക് വേണ്ടല്ലോ. റൂഹി വേണ്ടായിരുന്നു. റൂഹി ഇതിൻ്റെ ഇടയിൽ ബിസി ആയിരുന്ന സമയം കൊണ്ട് ഞാൻ ആ ആപ്പിൾ ക്ലീൻ ആക്കി. പിന്നെ റൂഹി വന്നു പറഞ്ഞാൽ എനിക്ക് ബനാന വേണം. ഓക്കെ, ആ ബനാന ഞാൻ അവിടെ നിന്ന് എടുത്ത് നല്ല ഭംഗിയിൽ പീൽ ചെയ്ത് കൊടുത്തു. അല്ലോ, റൂഹിയുടെ ലോകടിഞ്ഞു വീണു. എന്തിനാ ബനാന പീൽ ചെയ്ത്? എനിക്ക് ഒറ്റയ്ക്ക് പീൽ ചെയ്യണമായിരുന്നു, ഒറ്റയ്ക്ക് കഴിക്കണമായിരുന്നു. ഞാൻ കൂടെ ഇരുന്ന് സോറി റൂഹിക്ക് അത് പീൽ ചെയ്യണമായിരുന്നു. എനിക്ക് അറിയാം, പക്ഷെ അറിയാതെ ഞാൻ പീൽ ചെയ്തില്ല. നമുക്ക് നാളെ പുതിയ തൊപ്പിച്ച് പറ്റൂല എനിക്ക് അതേ ബനാന വേണമായിരുന്നു, ഇതെന്നെ പീൽ ചെയ്യണമായിരുന്നു. ഇങ്ങനെ ഞങ്ങൾ ഡിസ്കഷനിൽ ഇരിക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെ ചെറുത് ഓടി വരുന്നുണ്ട്. ബനാന എന്ന് പറഞ്ഞാൽ ജീവനാണ്. ഞാൻ പറഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ആ പാവത്തിനെ കണ്ടിട്ട് ഞാൻ റൂഹിനോട് ചോദിച്ചു, റൂഹി ഈ ബനാന റൂഹിക്ക് വേണ്ടല്ലോ, ഉറപ്പല്ല, ഈസക്ക് കൊടുക്കട്ടെ? എനിക്ക് വേണ്ട, എനിക്ക് പീൽ ചെയ്യാത്ത അതേ ബനാന വേണമായിരുന്നു. അപ്പോൾ ഈ പാവം നോക്കിയിരിക്കണം കണ്ടിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാനത് അവന് കൊടുത്തു. അവനാണെങ്കിൽ ഇത് കൊടുക്കേണ്ട താമസം 10 മിനിറ്റ് കൊണ്ട് കല്ലിയാക്കി. അപ്പോഴത്തേക്ക് റൂഹി പിന്നെയും തുടങ്ങി, എൻ്റെ ബനാന പോയി, എനിക്ക് ആ ബനാന വേണമായിരുന്നു, എന്തിനാ എൻ്റെ ബനാന കഴിച്ച്? പിന്നെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം കൂടി ഇരുന്നു. അവസാനം എൻ്റെ പാഠപുസ്തകത്തിൽ അറിയുന്ന എല്ലാ തരം സിമ്പത്തി എമ്പത്തി എല്ലാം കാണിച്ച് റൂഹി ഒന്ന് സമാധാനിച്ച് വന്നതായിരുന്നു. അപ്പോൾ റൂഹി പറയുന്നു, നോക്കേ ഞാൻ കഴിച്ചു വെച്ച ആപ്പിൾ എവിടെ?